ഒല്ലൂക്കര ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം 2024-25 മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ 60-ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. ക്ഷീരമേഖലയിൽ വൈവിധ്യവൽക്കരണം അത്യാവശ്യമാണെന്നും അത് നടപ്പിലാക്കുക വഴി ക്ഷീരമേഖലയെ പുതിയ വഴിത്തിരിവിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സാധിക്കുമെന്നും മിൽമ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നതും ശരിയല്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്കിലെ മികച്ച ക്ഷീര കർഷകരെ ആദരിക്കലും മികച്ച യുവ കർഷകനെയും മികച്ച വിദ്യാർത്ഥി കർഷകരെയും ആദരിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച സംഘങ്ങളെയും ഇൻഷുറൻസ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർത്ത ക്ഷീരസംഘത്തെയും ആദരിക്കലും ഉദ്ഘാടനവും മിൽമ ഷോപ്പി ഗുണനിയന്ത്രണത്തിന്റെ ലാബിന്റെ ഉദ്ഘാടനവും തുടങ്ങിയവ നിർവഹിച്ചു. നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി കെ സി, ഒല്ലൂക്കര ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ സുരേഷ് ബാബു, ഒല്ലൂക്കര ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിനി പ്രദീപ് കുമാർ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് അജിത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലിബി വർഗീസ്, മിൽമ ഡയറക്ടർമാരായ ഭാസ്കരൻ ആതങ്കാവിൽ, താര ഉണ്ണികൃഷ്ണൻ, ടി എൻ സത്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി സാബു, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി റജി, സർക്കിൾ സഹകരണ യൂണിയൻ മെമ്പർമാരായ ജോസ് പാലോക്കാരൻ, സിനോജ് പരമേശ്വരൻ, വാണിയമ്പാറ സംഘം പ്രസിഡന്റ് മാത്യു നൈനാൻ, വലക്കാവ് സംഘം പ്രസിഡന്റ് ടി കെ ശശികുമാർ, സെക്രട്ടറിമാരുടെ പ്രതിനിധി ഉഷ അലക്സാണ്ടർ തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാമംഗലം സംഘം പ്രസിഡന്റ് ജോർജ് പന്തപ്പള്ളി സ്വാഗതവും ഒല്ലൂക്കര ക്ഷീരവികസന ഓഫീസർ ജയലക്ഷ്മി കെ നന്ദിയും പറഞ്ഞു. അക്രഡിറ്റേഷനുള്ള ലാബുകൾ കേരളത്തിൽ ഉണ്ടായിട്ടും അതിൽ വേണ്ടത്ര പരിശീലിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യാതെ വ്യാപകമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ചേർത്ത അപകടകരങ്ങളായിട്ടുള്ള അസുഖങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന പാല് നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിനുള്ള എതിർപ്പിൻ്റെ പോംവഴി വളരെ വ്യാപകമായി ക്ഷീരോത്പാദക രംഗത്തേക്ക് കടന്ന് ധാരാളമായ പാൽ ഉണ്ടാക്കി പാലിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടിയെടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യം ഇതിനകം കൈവരിക്കാൻ നിങ്ങളുടെ എല്ലാ സഹായത്തോടു കൂടി കേരളത്തിലായിട്ടുണ്ട്. ക്ഷീരോത്പാദക രംഗത്ത് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന അധികം പാൽപ്പൊടിയാക്കാൻ പല വിധത്തിലുള്ള ആളുകൾ ഇപ്പോൾ വന്ന് മേടിച്ചു കൊണ്ടുപോവുകയാണ്. ലോകത്തിന് പക്ഷേ ഇന്ത്യക്ക് തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു മാതൃകാ രംഗത്ത് അമുലാണ്. പല വിധത്തിൽ പാലുകൾ ഉണ്ടായത്. ഇതനുസരിച്ച് മലപ്പുറത്തെ മൂർഖനാട് 59 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഫാക്ടറി, പാൽപ്പൊടികളുടെ ഉൽപ്പാദനത്തിന് വേണ്ടി ഉള്ള ഒരു ഫാക്ടറി, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. 1 വർഷക്കാലത്തിനുള്ളിൽ അത് പൂർത്തീകരിച്ചാൽ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ അധികം വരുന്ന പാലിൽ നിന്നുണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പദ്ധതികളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനാണ്. ഇപ്പോൾ നമ്മുടെ തന്നെ 60-ാം വാർഷികം ആഘോഷിക്കുന്ന മാന്നാമംഗലം സർവീസ് ക്ഷീരസംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിലൊന്ന് ഇവിടെ നല്ല മിൽക്ക് കൊക്കുവട ഉണ്ടാക്കുന്നുണ്ട്. വക്കീൽ ചിരിക്കുകയാണ്. ഞാനത് നേരത്തെ മുതൽ അതിൻ്റെ ഒരു ആരാധകനായതുകൊണ്ട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. മിൽക്ക് കൊക്കുവട ഉണ്ടാക്കുന്നുണ്ട്. നല്ലതുപോലെ തൈര്, നെയ്യ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിലയിൽ ഉണ്ടാക്കുന്നുണ്ട്. ചാണകം എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഉണക്കി പൊടിച്ച് പാക്കറ്റിലാക്കി അത് നമുക്ക് വിതരണം ചെയ്യാവുന്ന ബയോഗ്ര, അതിൻ്റെ ഉൽപ്പാദനവും ഇവിടെ നമ്മൾ നല്ലതുപോലെ നടത്തുന്നുണ്ട്. സംബന്ധിച്ചിടത്തോളം ഒരു പറ്റം ആളുകൾ എവിടെയാണ് വിലക്കുറവാണ് പ്രധാനം. അതിൻ്റെ ഗുണനിലവാരത്തെക്കാൾ കൂടുതലായി വിലക്കുറവ് നോക്കി തേടിപ്പോകുന്ന ഒരു പ്രവണതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും വലിയ പ്രതിസന്ധികളാണ് ഇവിടെയൊക്കെ നിലനിൽക്കുന്നത്. ഇതിനെയെല്ലാം മുറിച്ചു കടന്ന് അതിജീവിച്ച് നമുക്ക് മുൻപോട്ട് പോകേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം വരികയുണ്ടായി. അതിനോടൊപ്പം തന്നെ